ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റും മീനും തമ്മിൽ എന്താ ബന്ധമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടൊരു 3 ക്യാരറ്റും ഒരു 6 പീസ് വലിയൊരു മീൻ, എന്താ പറയുക, കരിമീൻ പോലെ ഒരു മീനൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതിന് കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും. വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ്. മീൻ സാധാരണ പോലെ മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. വരഞ്ഞ് കീറി അതിൽ മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാനൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ചെടുക്കുമ്പം ഈ ക്യാരറ്റ് ഞാൻ അതിൽ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ, ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല, നമ്മളൊരു അരപ്പ് തയ്യാറാക്കിയിട്ടൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അതിലൊക്കെ ഇത്തിരി വെള്ളം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ മീനിനെ ഇതിന്ന് എടുത്ത് അതിലിട്ട് കൊടുക്കുകയാണ്. സാധാരണ പോലെ വെറും ഉപ്പും മുളകും മാത്രം പിടിപ്പിച്ചിട്ടുള്ള മീനത്. ഇതിനതിലിട്ടു. അതിൻ്റെ മുകളിൽ കൂടെ ഈ ക്യാരറ്റും വെളുത്തുള്ളിയും കൂടെ അരച്ചത് പേസ്റ്റും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട. അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ചിലപ്പോൾ ഉണ്ടാവും, അതൊക്കെ അത് അബ്സോർബ് ആയിക്കോളും. ഇപ്പോൾ കണ്ടല്ലോ, ഇതിങ്ങനെ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും ആ ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് മിക്സ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് 4 പീസാക്കിയത് കേട്ടോ, നന്നായിട്ട് അരിയണ്ട, 4 പീസാക്കിയത് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മസാലയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടണം, ആ രീതിക്കായിരിക്കണം നമ്മൾ അതിനെ വേവിക്കണം. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ, ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. താങ്ക് യു.